ഹലോ എവരിവൺ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഖത്തറിലെ വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ദ പേൾ ഖത്തർ. ഇതൊരു ആർട്ടിഫിഷ്യൽ ഐലൻഡാണ്. നൈറ്റ് വ്യൂ ആയാലും ഡേ വ്യൂ ആയാലും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇവിടുത്തെ നല്ല ഗ്രീനറിയും പിന്നെ ലൈറ്റിങ്ങും ഫൗണ്ടൻസും ഹൈ റൈസ് ബിൽഡിങ്സും ഒക്കെയുള്ള ഒരു ബ്യൂട്ടിഫുൾ ഏരിയയാണ്. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. അതേപോലെ തന്നെ ഇവിടെ കുറേ ബൊട്ടിക്സും ലക്ഷറി കാർ ഷോറൂം, കോഫി ഷോപ്പ്, ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് ട്രൈ ചെയ്യുന്നത് ഇസ്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെക്സിക്കൻ റെസ്റ്റോറൻ്റ് ആണ്. ഇത് പോർട്ടോ അറേബ്യ, അതായത് ആ മെറീനയുടെ സൈഡിലൊക്കെ ആയിട്ടാണ് ഈ റെസ്റ്റോറൻ്റ് ഉള്ളത്. ഇവർക്ക് ബോത്ത് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഡൈനിങ് ഏരിയ ഉണ്ട്. അതായത് ഔട്ട്ഡോറിലും അവരിങ്ങനെ കുറേ സീറ്റ്സ് എല്ലാം വിട്ടിട്ടുണ്ട്. അത് നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന് കിട്ടുന്നത്. അപ്പോൾ കുറച്ച് തണുപ്പ് സമയമൊക്കെ ആകുമ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ നല്ല രസമായിരിക്കും. റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലാണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസ് ഉണ്ട്. അതുമാത്രമല്ല ടേബിൾസ് ആണെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് പ്രൈവസി കിട്ടുന്ന രീതിയിൽ കുറച്ച് സ്പേഷ്യസ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ചധികം ഡെക്കറേറ്റീവ് എലമെൻറ്റ്സ് എല്ലാം വെച്ചിട്ട് അവർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇൻറ്റീരിയർ. നമ്മൾ ഓർഡർ ചെയ്ത മോക്ടെയിൽസ് എല്ലാം തന്നെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. അതായത് ഒരു ഫ്ലേവേഴ്സ് ആഡ് ചെയ്യാതെ കറക്റ്റായിട്ട് നമുക്ക് ആ ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസ് ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. നമുക്ക് കുടിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ട്രോബെറിയും പാഷൻ ഫ്രൂട്ടും ഉള്ള ആ ഒരു ഡ്രിങ്കാണ്. ചിക്കൻ ടാക്കോസാണ്. അത് ക്രിസ്പി ഷെൽ വെച്ചിട്ടാണ്. അതിൻ്റെ ഒപ്പം ഒരു സോസും തന്നുണ്ട്. അപ്പോൾ കഴിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. സൂപ്പറാണോ? സൂപ്പർ ടാക്കോ. ചിക്കൻ നല്ല ഡ്രൈ അല്ല. ഞാൻ കഴിച്ചു കേട്ടോ. സൂപ്പർ. പൊളി, അടിപൊളി പറയാം. നമ്മളൊന്ന് പൊക്കലോക്കൊന്ന് കഴിച്ചത് സോഫ്റ്റ് ആയിരുന്നില്ലേ? പക്ഷേ അതിൽ എനിക്ക് ഇഷ്ടമായത് ക്രിസ്പി. അത് ഇത് റൈ Fine. No, thank you. This one, right? എന്തൊക്കെയാന്ന് പറഞ്ഞോളൂ. ഇത് ഷ്രിംപ് ഫജീറ്റ, ഇതൊരു സിസിലർ ടൈപ്പ് സാധനമാണ്. അപ്പോൾ ഇതിൽ ഷ്രിംപ് ഉണ്ട്, പിന്നെ ബെൽ പെപ്പേഴ്സ് ഉണ്ട്, ഒണിയൻ ഉണ്ട്, പിന്നെ അതിൻ്റെ ഒപ്പം ഫ്രഷ് ടോർട്ടിയാസ് ആണിത്, സവർ ക്രീം, ഗുവാക്കമോളെ, പിന്നെ ബീൻസ്. ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരു ചിമിച്ചാങ്കയാണ്. ചിമിച്ചാങ്ക എന്ന് പറഞ്ഞാൽ ഒരു ബറീറ്റോ ആണ്. അതിനെ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് സോസിലിങ്ങനെ കവർ ചെയ്തിരിക്കുകയാണ്. പിന്നെ അച്ഛൻ പറഞ്ഞത് പേരെനിക്ക് ഓർമ്മയില്ല. ബീഫാണ്. ബീഫ് വിത്ത് ബീൻസും പിന്നെ ചില്ലിയും കൂടിയുള്ള ഒരു സോസാണ്. അതും പിന്നെ ഫ്രഷ് ടോർട്ടിലാസ്. അപ്പോൾ നോക്കട്ടെ. ഒരു മീഡിയം വെൽ കുക്ക്ഡാണ്.
ഒരു രക്ഷയില്ല ബീഫ്. സോ സോഫ്റ്റ്. അതെങ്ങനെയുണ്ട്? ഗ്രേവി ടൈപ്പ്? ഇത് കുഴപ്പമില്ല, ബീഫാണ്. ഞാൻ ഓൾറെഡി ഒരു ബൈറ്റ് എടുത്തു. കാരണം വീഡിയോ സൗണ്ട് വെയിറ്റ് ചെയ്യാൻ പേഷ്യൻസ് ഇല്ല. അടിപൊളിയാണ് കേട്ടോ. സോസ് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ചീസിയാണ്, നല്ല ടേസ്റ്റ്. ഞാനൊരു ഫഹീറ്റ ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട്. ഷ്രിമ്പല്ലേ അത്? ഷ്രിംപ് ഫഹീറ്റ. ഷ്രിമ്പിൻ്റെ വാലുണ്ട് നോക്കുന്നത്. നല്ല സോഫ്റ്റ് ഷ്രിംപാണ്. ഒണിയനും ക്യാപ്സിക്കനും ഒക്കെ നല്ലോണം ഗ്രില്ലായിട്ടുണ്ട്. കൊള്ളാമല്ലേ എല്ലാം? മോക്ടെയിൽസ് എങ്ങനെയുണ്ട്? മോക്ടെയിൽസും നന്നായിട്ട്, എല്ലാം നന്നായിട്ട്. ഇവിടെ വരാത്തൊരു ഡെഫിനറ്റ്ലി ഒന്ന് വന്ന് ട്രൈ ചെയ്യണം. സൂപ്പറായിട്ടുണ്ട് ഫുഡ്. ശരിക്കും നല്ല മെക്സിക്കൻ ഫുഡാണ്. ഐ മീൻ വെറുതെ പറയുന്നതല്ല, വെരി നൈസ്. ഇപ്പോൾ ഖത്തറിലാണ്, കാരണം മദീന സെൻട്രലിലല്ല, അനിമേ കഫേ ഒക്കെ അതിൻ്റെ അടുത്താണ്. മദീന സെൻട്രലിലല്ല, മറീനയിലാണ് പുറത്ത്. പുറത്ത് ഔട്ട്ഡോറിലും ഇരിക്കാം. തണുപ്പ് സമയമാകുമ്പോൾ തണുപ്പ് നന്നായിരിക്കും, സമയത്ത് നല്ല നല്ല വ്യൂ ആയിരിക്കും. ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി. അച്ഛൻ്റെ എന്തായിരുന്നു ബറിറ്റോസ് അല്ലേ അച്ഛൻ? ചിമിച്ചാങ്ക. ഒരു രക്ഷയില്ല, എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അതാ. പിന്നെ ടാക്കോസും. ബീഫ് പൊളിയാണ്, ഗ്രേവിയും എല്ലാം കൂടെ കഴിക്കുമ്പോൾ. മീഡിയം വെല്ലല്ലേ? എൻ്റെ കുക്ക് മീഡിയം വെല്ലായിരുന്നല്ലേ? അടിപൊളിയുണ്ട്. ഇത് ചുറോസ് ബോൾ. അപ്പോൾ നോർമൽ ഒരു മെക്സിക്കൻ ഡെസേർട്ട് ഉണ്ടല്ലോ, ചുറോസ് എന്ന് പറഞ്ഞിട്ട്, അതിൻ്റെ ഒരു ബൗളാക്കിയിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഐസ്ക്രീം നിറച്ചിരിക്കുകയാണ്. 3 സ്കൂപ്സ് അല്ലേ. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും ഫ്രഷ് ഫ്രൂട്ട്സും. സ്ട്രോബെറീസ് ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, ബനാന. ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് അടിപൊളി. ഇവരുടെ സ്ട്രോബെറി ഐസ്ക്രീം തന്നെ ഫ്രഷ് സ്ട്രോബെറീസ് ഒക്കെ ഉണ്ട്. കൊള്ളാം. വേണ്ട ബോൾ വെക്കും. 3 ഐസ്ക്രീമും നല്ല കിടു ഐസ്ക്രീം. ഞാനൊരു സ്ട്രോബെറി ഐസ്ക്രീം ഫാനേ അല്ല. എനിക്ക് പോലും സ്ട്രോബെറി ഐസ്ക്രീം ഇഷ്ടമായി എന്ന് പറയുമ്പോൾ അവരിവിടെയാണ്, ഇവിടെ തന്നെ അവരുടെ in-house ഐസ്ക്രീം തന്നെയാണ് അവർ തന്നെ ഉണ്ടാക്കുക. കാരണം സ്ട്രോബെറി ഐസ്ക്രീമിൽ അതിൻ്റെ പീസസ് ഒക്കെ ഉണ്ട്. പിന്നെ ഓൾറെഡി അതിൻ്റെ മുകളിൽ ഓൾറെഡി ഫ്രഷ് സ്ട്രോബെറിയും കുറേ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇസ്ലയുടെ റെസ്റ്റോറൻറ്റിൻ്റെ തന്നെ ഔട്ട്ഡോർ ഏരിയയിലാണ്. ഇങ്ങനെ കുറേ ലോബീസും ഇതെല്ലാം ഉണ്ട് ഇവിടെ. കാരണം നേരെ ബാക്കിലാണ് റെസ്റ്റോറൻറ്റ്, അതിൻ്റെ ഓപ്പൺ എയറാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കാം. പക്ഷെ ഞങ്ങൾ കുറച്ച് ചൂട് ക്ലൈമറ്റ് ഞങ്ങൾ പെട്ടെന്ന് വേർക്കും, അത് കാരണം നമ്മൾ ഇരുന്നത്. എന്നാലും പക്ഷെ കുറച്ച് തണുപ്പ് കാലമാണെങ്കിൽ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. നമ്മുടെ അടിപൊളി ആംബിയൻസും ഒക്കെ ആയിട്ട് ഇടുമായിരിക്കും. പക്ഷേ ഫുഡ് വൈസ് നമ്മൾ റിവ്യൂ എടുക്കുകയാണെങ്കിൽ മസ്റ്റ് ട്രൈ. സ്റ്റാർട്ടിങ് ഞങ്ങളൊരു ടാക്കോസിനായിരുന്നു, ചിക്കൻ ടാക്കോസ്. അത് കഴിഞ്ഞിട്ട് ഒരു 4 ടൈപ്പ് വെറൈറ്റി ഫുഡ് എടുത്തു. എല്ലാം കോസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു 60-70 റിയാൽസിനാണ് എല്ലാ ഡിഷസും വരുന്നത്. അത് പക്ഷേ കൊടുക്കുന്ന പൈസയ്ക്ക് വർത്താന്ന് പറയില്ല. കാരണം നമ്മളിതിപ്പോൾ ഒരു ഡെയിലി പോകുന്ന ഒരു റെസ്റ്റോറൻ്റ് അല്ല, ഒരു ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റ്. വൺസ് ഇൻ എ വൈൽ നമ്മൾ പോകുന്നു, എന്തെങ്കിലും ഒക്കേഷൻ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നല്ല ആംബിയൻസ് എല്ലാം കൊണ്ട് ഒരു ചെറിയൊരു ഫംഗ്ഷൻ നടത്തണമെങ്കിൽ പിന്നെ ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ എപ്പോഴും ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റ് പോകുമ്പോൾ ഞങ്ങൾ എൻ്റർടൈനർ വൗച്ചർ യൂസ് ചെയ്യാറുണ്ട്. അത് കാരണം ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 150 റിയാൽസ് സേവ് ചെയ്തു. ഞങ്ങളൊരു 150 റിയാൽസ് അതിൽ സേവ് ചെയ്തിട്ടുണ്ട്. എന്നാലും കോസ്റ്റ്ലി അല്ലെന്ന് ഞാൻ പറയുന്നില്ല, കോസ്റ്റ്ലി ആണ്, പക്ഷെ പോലെ അത്രയേ ഉള്ളൂ പ്രൈസിനെ കുറിച്ച്. യു വോണ്ട് ഫീൽ ബാഡ്. നമ്മൾ നഷ്ടം അയ്യോ വെറുതെ പൈസ പോയി എന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പോകുന്നില്ല.
ബട്ട് ഇറ്റ് ഈസ് വെരി നൈസ്. കാരണം ഇപ്പോൾ ഭയങ്കര ഞാൻ വേർക്കാൻ തുടങ്ങി പുറത്ത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഉള്ളിലിരുന്നത്. തണുപ്പുകാലം വന്ന് ഞങ്ങൾ ഒന്നുകൂടി വന്നിട്ട് പുറത്തിരുന്നിട്ട് ആസ്വദിക്കാം. ഓക്കെ, സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം വേറൊരു റെസ്റ്റോറൻറ്റ് റിവ്യൂ ആയിട്ട് ഞങ്ങൾ വരുന്നത് വരെ ബൈ. Thank you for watching.